നമസ്കാരം, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ചെൽസി വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അറ്റ് സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് ഓൺ സാറ്റർഡേ. ഈ മത്സരത്തിന്റെ പ്രിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ അനൗൺസ്മെന്റ്. ഞാനത് ഒഫീഷ്യലി ഒരു പോസ്റ്റായിട്ട് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ വീഡിയോയിൽ ഞാൻ ഇതുവരെയ്ക്ക് അത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പല ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലാണെങ്കിലും ഒന്ന് രണ്ട് ആൾക്കാർ മെസ്സേജിൽ കമൻറ്റിൽ വന്ന് ചോദിക്കുകയും ചെയ്തു, ബ്രോ നമ്മുടെ ടീമിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റിയോ എന്നുള്ളത് ചോദിച്ചായിരുന്നു. യെസ്, നമ്മുടെ ചാനലിൻ്റെ പേര് മാൻ യുണൈറ്റഡ് മല്ലു എന്ന് ആക്കിയിരിക്കുകയാണ്. നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്ന നിങ്ങൾ പല ആൾക്കാർക്കും അറിയാം. അതായത് നമ്മുടെ ചാനൽ തുടങ്ങിയ കാലം മുതൽ ഇട്ടിരുന്ന പേര് എന്ന് പറഞ്ഞാൽ മാൻ യുണൈറ്റഡ് മല്ലു എന്നായിരുന്നു. അത് പിന്നീട് മാറ്റിയിട്ടാണ് മാഡ് യുണൈറ്റഡ് ഫുട്ബോൾ എന്നാക്കിയത്. ഇപ്പോൾ വീണ്ടും നമ്മൾ തിരിച്ച് പഴയ പേരിലേക്കും പഴയ പ്രതാപത്തിലേക്കും പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പം എന്തോ ഈ ഒരു പേരിനോടാണ് എനിക്ക് കുറച്ചുകൂടെ ഒരു അറ്റാച്ച്മെന്റ് എന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ ഫൈൻ, നമ്മൾ ഈ ചാനൽ തുടങ്ങിയ പേര് വെച്ച് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം എന്ന് തീരുമാനിച്ചു. അതുകൊണ്ടാണ് നമ്മൾ തിരിച്ച് മാൻ യുണൈറ്റഡ് മല്ലു എന്നുള്ള പേരിലേക്ക് പോയത്. ഓക്കെ, സോ ഇതാണ് അനൗൺസ്മെന്റ്. സോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഇപ്പം തന്നെ തരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ നമ്മുടെ ചാനൽ വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു ദ ഷോ. സോ ദ ബിഗ് ഗെയിം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കഴിഞ്ഞ 4 ഗെയിംസിൻ്റെ അകത്ത് 2 തോൽവി, 1 ജയം, 1 സമനിലയായിട്ട് നിൽക്കുവാണ്. അപ്പം ഇതിന് മുമ്പ് കഴിഞ്ഞ 22 ഗെയിംസിൻ്റെ അകത്ത് നമുക്ക് ആകെ 2 തോൽവി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ കഴിഞ്ഞ 4 ഗെയിംസിൽ നമ്മൾ 2 തോൽവിയായിട്ട് നിൽക്കുവാണ്. അപ്പം ആ ഒരു അവസ്ഥയിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീം. അതും പ്രത്യേകിച്ച് നമ്മൾ ഈ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നതിൻ്റെ ഒരു സമയത്ത്. അപ്പോൾ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗെയിമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ആൻഡ് ഓൾസോ ചെൽസി. രണ്ടുപേരും ഈ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ടീംസാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം, മാൻ സിറ്റിയും ആർസനലും തമ്മിലുള്ള ഫൈറ്റ്, ടൈറ്റിലിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്നിരിക്കെ, പക്ഷേ സൈഡിൽ തന്നെ വേറൊരു പോരാട്ടം നടക്കുന്നുണ്ട്. അതായത് ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം. അപ്പോൾ അതിൻ്റെ അകത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന ടീംസാണ് യുണൈറ്റഡ്, ആസ്റ്റൺ വില്ല, ചെൽസി ആൻഡ് ലിവർപൂൾ. പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ് അനുസരിച്ച് ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടിലേക്ക് 5 ടീമുകൾക്ക് ഇംഗ്ലണ്ടിൽ നിന്നും സ്പോട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഈ പറഞ്ഞ 4 ടീംസിൻ്റെ അത് ഒരു ടീം പുറത്തു പോകും. ബാക്കി 3 ടീംസിനും അവർ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടിൽ എത്തിപ്പെടാനായിട്ട് പറ്റും. അപ്പം ടൈറ്റ് ഫൈറ്റ് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുവിധം ഈസി ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന 4th നിന്ന് 3rd എത്തി കംഫർട്ടബിൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ അടുപ്പിച്ചിട്ടുള്ള ഈ തോൽവിയും പിന്നെ സമനില അങ്ങനെയൊക്കെ നേരിടേണ്ടി വന്നത്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയി കഴിയുമ്പം നമ്മുടെ സാധ്യതയും കുറച്ച് ടൈറ്റായി. 55 പോയിന്റ്സിൽ നമ്മളും ആസ്റ്റൺ വില്ലയും തമ്മിൽ നിൽക്കുവാണ്. ലിവർപൂള് അധികം പുറകിലില്ല, പിന്നെ ചെൽസിയും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ താഴെ വരുന്ന കുറച്ച് ടീംസ് എല്ലാവരും അധികം പോയിന്റ് ഡിഫറൻസ് ഇല്ലാത്ത രീതിയിൽ നിൽക്കുവാണ്. അപ്പോൾ ഇനിയുള്ള 6 ഗെയിംസ് എന്ന് പറഞ്ഞാൽ ജീവൻ മരണ പോരാട്ടം തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഈ ചെൽസി ഗെയിം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ഷോർട്ട് ഓഫ് എന്താ പറയുക, ജീവൻ മരണ പോരാട്ടം അത് തന്നെ ആയിരിക്കും. ചെൽസി സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ കഴിഞ്ഞ 12 ഗെയിംസിൻ്റെ അകത്ത് 1 തോൽവി മാത്രമേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ വഴങ്ങിയിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള ഗെയിംസ് നോക്കിക്കഴിഞ്ഞാൽ 6 വിജയങ്ങളും 5 സമനിലയും. അപ്പോൾ നമുക്കറിയാം, സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഈ ഗെയിം ഒട്ടും ഈസി ആയിരിക്കത്തില്ല എന്നുള്ളതാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചെൽസിയുടെ ഫോം. ചെൽസി കഴിഞ്ഞ 4 ഗെയിംസിൻ്റെ അകത്ത് തോൽവി ഏറ്റുവാങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് അതായത് പ്രീമിയർ ലീഗിൽ 3 ഗെയിംസ് അടുപ്പിച്ച് തോറ്റു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ചാമ്പ്യൻസ് ലീഗ് PSG ആയിട്ടുള്ള മത്സരവും തോറ്റു നിൽക്കുകയാണ്. അപ്പം ഈ തോൽവികൾ എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ ഈ 4 ഗെയിംസിൻ്റെ അകത്ത്, ഈ തോറ്റ 4 ഗെയിംസിൻ്റെ അകത്തും ഇതുവരേക്ക് ചെൽസിക്ക് ഒരു ഗോൾ സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ചെൽസി അവസാനമായിട്ട് വിൻ ചെയ്യുന്നതും മാർച്ച് തുടക്കത്തിലാണ് ഒരു ഗെയിം ജയിക്കുന്നതും ഗോൾ സ്കോർ ചെയ്യുന്നു. അപ്പം അവരുടെ ഒരു ഫോം എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെൽസിനെ നേരിടാൻ പോകുന്നത് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ. അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു അഡ്വാൻറ്റേജ് എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ഗെയിംസിൻ്റെ അകത്ത് ഉള്ള ചെറിയൊരു ഡിഫറെൻറ്റ് ഫോം ഒഴിച്ചാൽ ബാക്കിയുള്ള തുടർച്ചയായിട്ടുള്ള ഗെയിംസ് നോക്കിക്കഴിഞ്ഞാൽ വി ആർ ഡൂയിങ് പ്രിറ്റി മച്ച് ബെറ്റർ ദാൻ ചെൽസി.
ചെൽസിയുടെ ഫോം എന്ന് പറഞ്ഞാൽ വളരെ ആശങ്ക ഉണർത്തുന്ന ഫോമാണ് അവരുടെ ഫാൻസിനും മാനേജ്മെന്റിനും എല്ലാവർക്കും. പ്രത്യേകിച്ച് ലിയാം റോസ്നിയറിന് അണ്ടറിൽ അവർ ഫോം കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടുന്നു, ഗോൾ സ്കോർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ. അപ്പം ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് നമുക്ക് ഈ കളിയിൽ എന്തായാലും നമുക്ക് വിജയം ഉറപ്പിച്ചേ മതിയാവും. ഒരു സമനിലയോ തോൽവിയോ, അപ്പം ജയത്തിൻ്റെ താഴെ എന്ത് വന്നാലും അതൊരു തോൽവി പോലെ തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അപ്പം എനിക്ക് തോന്നുന്നില്ല വി ആർ ലുക്കിംഗ് ഫോർ എ വിൻ. ഈ കളിയിൽ ജയം മാത്രമായിരിക്കും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം. അപ്പോൾ ഐ തിങ്ക് വി വിൽ ഡെഫിനറ്റ്ലി വിൻ. പിന്നെ ഇതിനകത്തുള്ള ഈ പ്രോബ്ലംസ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രോബ്ലംസിനകത്ത് മുഖ്യമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഫൻസ് ഈ ഗെയിമിൽ നമ്മൾ ഇറങ്ങാൻ പോകുന്നതെന്ന് വെച്ച് പറഞ്ഞാൽ രണ്ട് യങ്സ്റ്റേഴ്സിനെ വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് ടു നിൽക്കുന്നത്. സെൻറ്റർ ബാക്സിൻ്റെ അകത്ത് രണ്ടുപേര്, അതും ലെനി യോറോ ആൻഡ് എയ്ഡൻ ഹെവൻ. മെഗ്വയറിൻ്റെ സസ്പെൻഷൻ, ലിച്ചായുടെ സസ്പെൻഷൻ, പിന്നെ ഡിലിറ്റിൻ്റെ എന്തോ ബാക്ക് പെയിൻ, അത് എന്ത് ബാക്ക് പെയിൻ ആണെന്ന് ആർക്കും അറിഞ്ഞൂടാ. കഴിഞ്ഞ നവംബറിൽ പോയതാണ്. പിന്നെ അതിനുശേഷം ഡിലിറ്റിനെ കുറിച്ചിട്ട് യാതൊരു വിവരം പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അപ്പം ബാക്കിൽ നമുക്ക് ബാക്ക് ടൂവിൽ നിൽക്കാനായിട്ട് നമ്മുടെ ഇപ്പോൾ ഉള്ളവരിൽ ഏറ്റവും പരിചയസമ്പന്നത കുറഞ്ഞിട്ടുള്ള രണ്ട് പ്ലെയേഴ്സ് യോറോവും ഹെവനും തന്നെയാണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ, അതും ഒരു എവേ ഗെയിമിൽ പോകുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇത് രണ്ടും. കഴിഞ്ഞ കുറച്ച് ഗെയിംസ് ആയിട്ട് ഡിഫൻസ് കുറച്ച് ഇഷ്യൂ ആണ്, ഡിഫൻസ് പ്രോബ്ലം ആണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ സസ്പെൻഷനും കൂടെ ആയി കഴിഞ്ഞിരുന്നപ്പം നമ്മുടെ പ്രശ്നങ്ങൾ ഇരട്ടിച്ചു എന്ന് പറയാം. പിന്നെ യങ്സ്റ്റേഴ്സിന് അവസരം കൊടുക്കുക എന്നുള്ളൊരു കാര്യത്തിൽ ക്യാരിക്ക് അത്രയ്ക്കൊരു ഇതിലല്ല, ഒരു പോസിറ്റീവ് നോട്ടിലല്ല ഉള്ളത്. കാരണം നമുക്കറിയാം ഹെവനെ ഇതുവരെയ്ക്ക് പരീക്ഷിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് പരീക്ഷിക്കാതിരിക്കുന്നതെന്ന് നമുക്ക് അറിയാത്തൊരു കാര്യമാണ്. കാരണം ഹെവൻ ഇസ് ആക്ച്വലി എ ബെറ്റർ ഡിഫൻഡർ ദാൻ യോറോ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം യോറോ ചില സാഹചര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റഡ് ആകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഹെവൻ കുറച്ചുകൂടെ സ്റ്റഡിയാണ് പല കാര്യങ്ങളിലും. ഇപ്പം എന്താ പറയുക, ക്വിക്ക് തിങ്കിങ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് ഹെവൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം മേ ബി ഹെവൻ കുഡ് പെർഫോം ബെറ്റർ. പക്ഷെ എന്നിരുന്നാലും ഇവർ രണ്ടുപേരുടെ ഒരു പാർട്ട്ണർഷിപ്പ് എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് നോക്കിക്കാണാം. അപ്പം യങ്സ്റ്റേഴ്സിന് ഈ ഒരു അവസരം കൊടുക്കാത്തൊരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഹെവൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞിരുന്നാൽ, ചിലപ്പോൾ ക്യാരിക്ക് പരീക്ഷിക്കാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലൂക്ക് ഷോനെ ഈ സെൻറ്റർ ബാക്കിലേക്ക്, ലെഫ്റ്റ് സെൻറ്റർ ബാക്കിലേക്ക് ഇടാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. മേ ബി മെസറാവിനെയോ ഡാലോണിനോ ഒരു ഈ സൈഡിൽ ബാക്കിൽ കളിപ്പിക്കുകയും പിന്നെ അതിനുശേഷം നമ്മുടെ ലൂക്ക് ഷോനെ ഇതിനു മുമ്പ് പരീക്ഷിച്ചതുപോലെ, അമറും പരീക്ഷിച്ചതുപോലെ സെൻറ്റർ ബാക്കിലേക്ക് കൊണ്ടിടാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അത് എന്തുമാത്രം കോൺഫിഡൻസും വിശ്വാസവും ക്യാരിക്ക് ഹെവനിൽ അർപ്പിക്കുന്നു എന്ന് കണ്ടിട്ടായിരിക്കും ആ ഒരു ചേഞ്ച് വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ കുറച്ച് ഗെയിംസിൽ, 4 ഗെയിംസിൻ്റെ അകത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫോം ഇങ്ങനെ ഫ്ലക്ച്വേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതേവരയ്ക്ക് ഈ സീസണിൽ അടുപ്പിച്ച് 2 തോൽവികൾ ഏറ്റുവാങ്ങിയിട്ടില്ല. അങ്ങനെ തോൽക്കാത്ത കളിക്കുന്ന മറ്റൊരു ടീം എന്ന് പറഞ്ഞാൽ ആർസണൽ. അപ്പോൾ ലീഗ് ലീഡേഴ്സും പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാത്രമേ ഉള്ളൂ 2 കളി അടുപ്പിച്ച് തോൽക്കാത്ത ടീം. അത് എനിക്ക് ആക്ച്വലി ഭയങ്കരമായിട്ട് സർപ്രൈസിങ് ആയിട്ടുള്ളൊരു തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ലൈക്ക് ചിന്തയിലില്ല, നമ്മൾ 2 കളി അടുപ്പിച്ച് തോറ്റിട്ടില്ലേ എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് തന്നെ. ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ നോക്കി, ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയ സമയത്ത് അടുപ്പിച്ച് 2 കളി തോറ്റിട്ടില്ല എന്നുള്ളൊരു ഫാക്റ്റും ഈ ഒരു കളിയിലുണ്ട്. അപ്പം കഴിഞ്ഞ കളി നമ്മൾ തോറ്റ സ്ഥിതിക്ക്, ലീഡ്സുമായിട്ട് തോറ്റ സ്ഥിതിക്ക് അടുപ്പിച്ച് 2ാമത്തെ കളി തോക്കില്ല എന്നൊരു വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് ഈ കളിയെ സമീപിക്കാം. അപ്പം എനിക്ക് തോന്നുന്നത് ഇതൊരു ഓപ്പൺ ഗെയിം തന്നെ ആയിരിക്കും. കാരണം നമുക്കറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കുറച്ചുകൂടെ പ്രോബ്ലം വരുന്നതെന്ന് പറഞ്ഞാൽ, ഡിഫൻസീവ് ഗെയിം കളിക്കുന്ന ടീമിനെതിരെയാണ് നമുക്ക് ഇഷ്യൂസ് വരുന്നത്, ലോ ബ്ലോക്ക് കളിക്കുന്ന ടീമിനെതിരെ. അപ്പം ചെൽസി എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഒഫൻസീവ് ഗെയിം കളിക്കുന്ന ടീമാണ്. അപ്പം ഇത് ആക്ച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള ഫൈറ്റ്, ഒരു ഒഫൻസീവ് ഗെയിം തന്നെ ആയിരിക്കും 2 ഭാഗത്തു നിന്നും വരാനായിട്ടുള്ള സാധ്യത. ആൻഡ് ഓൾസോ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ഗോൾസ് കൂടുതൽ വരാനായിട്ടുള്ളൊരു ഒരു ചാൻസ് ഉള്ളൊരു ഗെയിമാണ്. ബിക്കോസ് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി ആൻ ഓപ്പൺ ഗെയിം. ഓക്കെ, നമുക്കപ്പോൾ പ്രെഡിക്റ്റഡ് സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് പോകാം. ലാമൻസ് ഓൺ ഗോൾ, പിന്നെ ബാക്കിൽ ഹെവൻ, യോറോ, ലൂക്ക് ഷോ, ഡിയോഗോ ഡാലോ. മിഡിൽ മെയ്നു, കെസമീറോ. മെയ്നു പരിക്ക് മാറിയിട്ട് പ്രാക്ടീസ് സെഷനും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തു എന്നുള്ള ന്യൂസാണ് വരുന്നത്. അപ്പോൾ മെയ്നു ടീമിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്കറിയാം കഴിഞ്ഞ ഗെയിമിൽ മാനുവൽ ഉഗാർട്ടെ കളിച്ചിട്ട്
കണ്ടതാണ്, നമ്മളെല്ലാവരും കണ്ടത്, എന്താണെന്ന് കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. പിന്നെ ബ്രൂണോ, പിന്നെ ഫ്രണ്ട് ലൈൻ മത്തിയസ് കുന്യ, അമാദ്, പിന്നെ എംബൂമോ തിരിച്ചു വരുന്നു, ആൻഡ് സെസ്കോ ബെഞ്ചിൽ. ഇതാണ് എൻ്റെ സ്റ്റാർട്ടിങ് പ്രഡിക്റ്റഡ് ലൈനപ്പ്. അപ്പോൾ നിങ്ങളുടെ പ്രഡിക്റ്റഡ് ലൈനപ്പിൽ ആരായിരിക്കും എന്നുള്ളത് കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വൺ ഇസ് സ്കോർ ലൈൻ, അല്ലെങ്കിൽ ഈ ഗെയിമിൻ്റെ പ്രഡിക്ഷൻ. ഇപ്പോൾ ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു വിജയം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടുപ്പിച്ച് 2 കളി തോറ്റിട്ടില്ല ഈ സീസണിൽ. പിന്നെ ചെൽസിയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ അവരുടെ ഫോം വളരെ മോശമായിട്ടുള്ള രീതിയിൽ നിൽക്കുവാണ്. അപ്പം ഈ ഫാക്ടേഴ്സൊക്കെ കാരണങ്ങളാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു വിജയം തന്നെയാണ് ഞാൻ നൽകുന്നത്. ആൻഡ് ഓൾസോ ഫോർ ദി സ്കോർ ഐ ആം ഗോയിങ് ഫോർ എ 3-2 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിൻ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 3, ചെൽസി 2. ഈ ഒരു സ്കോറിൽ ഒരു ടൈറ്റ് ഗെയിം തന്നെ പ്രതീക്ഷിക്കുന്നു, വളരെ ഓപ്പൺ ഗെയിം പ്രതീക്ഷിക്കുന്നു. 2 ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള അറ്റാക്ക് കണ്ട് ഒരു ഫുൾഫില്ലിംഗ് ഗെയിം തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷയൊക്കെ. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സോ വാട്ട് ഡു യു തിങ്ക്? ഈ കളിയിൽ സ്കോർ ലൈൻ ഇടുക, ആൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിക്കുമോ, അല്ലെങ്കിൽ എന്തായിരിക്കും ഈ ഗെയിമിലെ റിസൾട്ട്, അത് ഇടുക. പിന്നെ നമ്മുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ്, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളത് കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ. സോ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ഗെയിമിൻ്റെ മാച്ച് റിയാക്ഷനുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ അൺടിൽ ദെൻ ലെറ്റ്സ് ഹോപ്പ് വി വിൻ ദിസ് ഗെയിം. നമ്മൾ ആ ഒരു ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് കൺഫേം ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ കൺഫേം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വിജയമായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കത്തിക്കയറട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് കത്തിച്ച് തന്നെ നമ്മൾ ഈ ഒരു വിജയം ആഘോഷിക്കാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ടേക്ക് കെയർ, കീപ് സപ്പോർട്ടിങ്, ബൈ.